നമസ്കാരം. കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കെ.പി.സി.സി നടത്തിയ ഇലക്ഷൻ അവലോകന യോഗത്തിൽ 4 സീറ്റുകൾ നഷ്ടപ്പെടുമെന്നാണ് കണ്ടെത്തൽ. 20 സീറ്റും നേടുമെന്നാണ് കോൺഗ്രസ് പുറമേ പറയുന്നതെങ്കിലും 4 സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് തന്നെയാണ് കെ.പി.സി.സിയിൽ ഉയർന്ന വാദം. ആ 4 സീറ്റുകൾ 1 കണ്ണൂരാണ്, 2 പാലക്കാട്, 3 ആറ്റിങ്ങൽ, 4 മാവേലിക്കര എന്നിവയാണ്. കണ്ണൂരിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളുണ്ടെങ്കിലും കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനം ഒഴിയാതിരിക്കാനും നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനുമായി ലോക്സഭയിലേക്കില്ലെന്ന് ആദ്യമേ തന്നെ കെ സുധാകരൻ പറഞ്ഞിരുന്നു. എന്നാൽ രാജ്യത്തെ പ്രത്യേക സാഹചര്യം വെച്ച് എല്ലാ സിറ്റിംഗ് എംപിമാരും മത്സരിക്കണമെന്ന ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കെ സുധാകരൻ കെ.പി.സി.സി ചുമതല എം.എം.എസിന് നൽകിയതും മത്സരിച്ചതും. എന്നാൽ വേണ്ടത്ര രീതിയിൽ മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തിച്ചില്ല എന്നൊരു കാരണത്താലാണ് പരാജയത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്ന പാർട്ടി കണ്ടെത്തൽ. പാലക്കാട് തോൽവിക്ക് കാരണമായി കണ്ടെത്തിയത് പാലക്കാടിന്റെ മുൻ എംപിയും CPM നേതാവുമായ വിജയരാഘവന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. എന്നാൽ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിനോടുള്ള ജനങ്ങളുടെയും പാർട്ടി അണികളുടെയും അമർഷമാണ് ഒരു കാര്യം. അതോടൊപ്പം തന്നെ CPIയുടെ യുവ നേതാവിന്റെ സ്ഥാനാർത്ഥിത്വവും പരാജയത്തിലേക്ക് നയിക്കുമെന്ന് കരുതുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സീറ്റ് നഷ്ടപ്പെടാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് CPM സ്ഥാനാർത്ഥി വി ജോയിയുടെ ജനപിന്തുണ തന്നെയാണ്. അതോടൊപ്പം തന്നെ അവിടെ ശക്തമായ മത്സരം അടൂർ പ്രകാശ് നടത്തിയിട്ടുണ്ടെന്നും എന്നാൽ ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിന് വേണ്ട പിന്തുണ നൽകിയില്ലെന്നുള്ള പരാതിയും ഉണ്ട്. അതോടൊപ്പം ആറ്റിങ്ങൽ ഒരു CPM ശക്തി കേന്ദ്രമാണെന്നുള്ള കാരണവും ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ BJP വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന തൃശൂരിൽ കെ മുരളീധരൻ 20,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. അതോടൊപ്പം CPM ഉറപ്പിച്ച് ജയിക്കുമെന്ന് വിശ്വസിക്കുന്ന കാസർഗോഡും വടകരയും ആലത്തൂരും ഉറപ്പായും ജയിക്കുമെന്ന് തന്നെയാണ് കെ.പി.സി.സി കരുതുന്നത്. എന്തായാലും കോൺഗ്രസ് 20 സീറ്റുകൾ ജയിക്കുമെന്ന് പുറമേ പറയുന്നുണ്ടെങ്കിലും 16 സീറ്റ് മിനിമം നേടുമെന്ന് തന്നെയാണ് അവർ കരുതുന്നത്. 16 മുതൽ 20 വരെ തന്നെയാണ് അവരുടെ കണക്കുകൾ. എന്നാൽ 4 സീറ്റുകളിൽ വിശ്വാസമില്ലെന്ന് തന്നെയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ തൃശൂരും വിജയസാധ്യത കുറവാണെന്ന് തന്നെയാണ് പുറമേ വരുന്ന വാർത്തകൾ. ശക്തമായ മത്സരം തന്നെയാണ് സുരേഷ് ഗോപിയും സുനിൽകുമാറും അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്.